ഈ സൂംബ ഡാൻസ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. മുസ്ലിം സംഘടനകളൊക്കെ ഇതിനെ നിരോധിക്കണം എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. യോഗയുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിച്ചിരുന്നു. എന്താണ് ഇവർ ഈ പുരോഗമനവാദികളെന്ന് പറയുന്നവർ പോലും ഇത്തരത്തിൽ പ്രാചീന കാലഘട്ടത്തിലേക്ക് പോകുന്നത്? നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു തീവ്ര ഇസ്ലാമിക ഒരു ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട് കേരളത്തിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ചില വിഷയങ്ങളെ ഉയർത്തി കാണിക്കുകയാണ്. അതിനെതിരെ ഒരു ശക്തമായ നിലപാട് എടുക്കാൻ പറ്റാതെ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരുപക്ഷെ മറ്റേ ഈ സമസ്തയുടെ നേതാവ് വന്നിട്ട് സ്റ്റേജിന് മുകളിലേക്ക് പെൺകുട്ടി വന്നപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അന്നൊന്നും നമ്മൾ അതിനെതിരെ സ്ട്രോങ് ആയി പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു തീവ്ര ഇസ്ലാമിക ക്യാമ്പയിൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സുംബയുമായിട്ടുള്ള വിഷയത്തിൽ ഞാൻ ആക്ച്വലി നോക്കുമായിരുന്നു. കാരണം ഇനിയിപ്പം സുംബ ഈ അറബ് ലോകത്തൊക്കെ വെറുക്കപ്പെട്ടൊരു പ്രാക്ടീസാണോ, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിനെ എതിർക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അറബ് ലോകത്ത് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഗൾഫിലൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1500 ലിസ്റ്റിങ്സ് ഇങ്ങനെ കാണാം നമുക്ക്. ഞാൻ ഓരോ സ്ഥലവും സ്പെസിഫിക് ആയിട്ട് ജിദ്ദ, അല്ലെങ്കിൽ ഇനിയിപ്പം കുവൈത്തിലെ സ്ഥലങ്ങൾ, ഇനി നമ്മുടെ ഒമാൻ, അങ്ങനെയുള്ള ഓരോ രാജ്യങ്ങളും സ്പെസിഫിക് ആയി എടുത്ത് നോക്കിയാൽ പോലും അവിടെയൊക്കെ തന്നെ സുംബ ക്ലാസ്സുകൾ വളരെയധികം പോപ്പുലറാണ്. അപ്പം സുംബ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അറബ് ലോകത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്തതാണ്. ഇസ്ലാമിക രാജ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ ഇഷ്യൂ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു ഒരു ചെറിയ ഫ്രിഞ്ച് എലിമെൻസിന് മാത്രം ഇത് വിഷയമായിട്ടുള്ളത്? മാത്രമല്ല അവരെന്തുകൊണ്ട് നമുക്ക് എതിർക്കാൻ പറ്റുന്നില്ല? ഇനി അങ്ങനെ ലിസ്റ്റിങ്സ് മാത്രം നോക്കിക്കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അത് ഈ സിറ്റി ഏരിയയിലൊക്കെ മാത്രമുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളുകളിലേക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് സൗദിയിലെ അല്ലെങ്കിൽ ഖത്തറിലൊക്കെ സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണ് ഏതൊക്കെ സ്കൂളിലാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക്കായി എനിക്ക് കിട്ടിയ 2-3 പേരുകളുണ്ട്. ഒന്ന് ഈ ദുബായ് ജുമേരിയയിൽ ദ ലിറ്റിൽ ഡ്രീമേഴ്സ് നഴ്സറി എന്ന് പറഞ്ഞാൽ, ആ നഴ്സറി ക്ലാസ് മുതൽക്ക് ഒരു ഹയർ എഡ്യൂക്കേഷൻ കോളേജ് ലെവലിൽ വരെ ഇത് പഠിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളൊക്കെ തന്നെ അറബ് രാജ്യങ്ങളുണ്ട്. പിന്നെ റിയാദ് ക്യാമ്പസിലെ സൂംബയുടെ യോഗ വർക്ക്ഷോപ്പ് ഉണ്ട്, ഒരു വൺ വേൾഡ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ. പിന്നെ അംബാസഡർ ഇൻ്റർനാഷണൽ അക്കാഡമി അൽ ഖൈൽ ദുബായിൽ, റെയിൻബോ ഇൻ്റർനാഷണൽ സ്കൂൾ, ഇവർ ഖുർആൻ പാഠമാക്കുന്ന ചില ആക്ടിവിറ്റീസ് ഒക്കെ നടത്താറുണ്ട്. അവർ പോലും സൂംബ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. പിന്നെ ACS ഇൻ്റർനാഷണൽ സ്കൂൾ, അത് ദോഹയിലാണ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ലാത്തൊരു പ്രശ്നം കേരളത്തിൽ വരണമെങ്കിൽ ഒരു എക്സ്ട്രീം ഇസ്ലാമിക് മൂവ്മെൻറ്റ് കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള എക്സ്ട്രീം വിഷയങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും അതിനൊരു പോപ്പുലാരിറ്റി കിട്ടുന്നതും. മാത്രമല്ല അവരോട് ഇവിടുത്തെ ഗവൺമെൻറ് എടുക്കുന്ന ഒരു സോഫ്റ്റ് നിലപാടുണ്ട്. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ, അറബ് രാജ്യത്തൊക്കെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ, അവരാണല്ലോ കുറച്ചുകൂടെ പ്യുവർ ഇസ്ലാം എന്ന് പറഞ്ഞത്. അവർ പലപ്പോഴും ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ ഉള്ള, അല്ലെ ബംഗ്ലാദേശിലൊക്കെ ഉള്ള മുസ്ലിങ്ങളെ അത്ര നല്ല മുസ്ലിങ്ങളായിട്ട് കണക്കിലെടുക്കാറില്ല. അവരതിന് പറയുന്നത് തന്നെ അൽ ഹിന്ദി മുസ്കീൻ എന്നാണ് അവരുടെ ഒരു പേര്. അപ്പോൾ ഒരു സെക്കൻഡ് ഗ്രേഡ് മുസ്ലിംസ് ആയിട്ടാണ് ഇവരെ കണക്കിലെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് ജീവിക്കുന്ന മീൻസ് അറബ് രാജ്യത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ സെക്കൻഡ് ഗ്രേഡ് മുസ്ലിംസ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്കാണ്, അല്ലെങ്കിൽ അതിലെ തീവ്ര എലമെൻസിനാണ് ഈ പറയുന്ന ഇഷ്യൂ ഉള്ളത്. അപ്പോൾ ഇതിൽ പണ്ട് ഒരു തൻവീർ ആറൈൻ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ലെറ്റർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ സൗദിയുടെ ഡിഫൻസ് മിനിസ്റ്റർ എഴുതിയൊരു ലെറ്റർ. ആ ലെറ്ററിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പാകിസ്ഥാനികളൊക്കെ അടിമകളെ പോലെയാണുള്ളത്. അപ്പം അവരുടെ കാഴ്ചപ്പാട്, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അൽ ഹിന്ദി മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തോടുള്ള ഒരു സമീപനം അത് സെയിം ആണ്. കാരണം അവരൊരു സെക്കൻഡ് ഗ്രേഡ് ആയിട്ടാണ് അവരെ കണക്കിലെടുക്കുന്നത്. അതിൻ്റെ വേറൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ ISIS എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ഇസ്ലാം. കാരണം അവരാണ് നടപ്പിലാക്കുന്നത്. ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കുന്ന അവരാണ്. അവരെ പോലുള്ള തീവ്ര സ്വഭാവമുള്ള ആൾ നമ്മളെ സംബന്ധിച്ച് തീവ്ര സ്വഭാവമായിരിക്കും. ഈ സോഫ്റ്റ് മുസ്ലിം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എടുക്കുന്ന മുസ്ലിം എന്ന് പറയുന്നത് യഥാർത്ഥ മുസ്ലിം അല്ല. കാരണം ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ അതേപടി നടപ്പിലാക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക ടെക്സ്റ്റ് അത് അതേപടി നടപ്പിലാക്കുന്ന സംഘടനകളാണ് യഥാർത്ഥ മുസ്ലിം സംഘടനകൾ. അപ്പോൾ അങ്ങനെ ISISന്റെ ക്യാമ്പിൽ ഇവിടുന്ന് ജോയിൻ ചെയ്യാൻ പോയ കുറേ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒരു അരീബ് മജീദ് എന്ന് പറയുന്ന ഒരു ജിഹാദിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, തിരിച്ചു വന്നിട്ട് NIAക്ക് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ പറഞ്ഞത് നമ്മളെ അവരത്ര ഈ ജിഹാദി യുദ്ധങ്ങളിലൊന്നും അവർ പങ്കെടുപ്പിക്കുന്നില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന പണിയും അല്ലെങ്കിൽ വളരെ മീനിയൽ ടാസ്ക്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം അവരെ പോലും, അതായത് ജിഹാദിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇത്ര കഷ്ടപ്പെട്ട് പോയ ആളുകളെ പോലും അവർ ഒരു സെക്കൻഡ് ഗ്രേഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈ തീവ്ര നിലപാട് സ്വീകരിക്കേണ്ടതും അല്ലെങ്കിൽ സുംബ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സൗകര്യം കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ PFIന്റെ പല ക്യാമ്പയിൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്.
ഈ പറഞ്ഞ പോലെ ചില തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകൾ പലപ്പോഴും ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കണ്ടിട്ടുണ്ട്. 2 ആഴ്ച മുന്നേ നമ്മൾ കണ്ടു ഒരു മോറൽ പോലീസിന്റെ ഭാഗമായ ഒരു യുവതി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള സംഘടനകൾക്ക് ഇവിടെ എന്താ പറയുക ഒരു വേരുറപ്പിക്കാൻ സാധിക്കുന്നു, അതിന് വളരാൻ സാധിക്കുന്നു. സാധാരണ ബംഗ്ലാദേശിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ബംഗ്ലാദേശിലൊരു യുവാവ് സ്വന്തം അച്ഛനെ അമ്മയുമായിട്ട് ഈ ഇസ്ലാമിക തത്വങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞപ്പോൾ അവർ ആ മകൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരിൽ നിന്ന് മറുപടി കിട്ടാഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ കിലോമീറ്ററുകളോളം പോയി കുറേ മല്ലാക്കമാരുടെ അടുത്തെത്തി. അവിടെ നിന്നും അവരോടും ഇത്തരത്തിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവരും ഇതിനനുസരിച്ച് മറുപടി പറഞ്ഞപ്പോൾ അവരെ കുത്തി. അതിനുശേഷം ഇയാൾ ജയിലിലാവുകയാണ്. ജയിലിലായി കഴിയുമ്പം അവിടെ ഉള്ളവർ എല്ലാവരും അറിഞ്ഞിട്ട് ഇയാൾ നല്ലൊരു മനുഷ്യനാണല്ലോ എന്ന് പറഞ്ഞ് മോചിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു മാസം മുമ്പ്. അപ്പോൾ അത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബംഗ്ലാദേശ് പോലുള്ള സ്ഥലങ്ങളിലെ പാകിസ്ഥാനിലൊക്കെയാണ്. ഇപ്പോൾ അത് കേരളത്തിലും വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ? അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത്, അതായത് ഈ അറബ് രാജ്യങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ അറബികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അൽ ഹിന്ദി മുസ്ലിമുകൾക്കാണ് ഇവിടെ ഇസ്ലാം തീവ്രമായിട്ട് എന്താ പറയുക പടർത്തിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. പക്ഷേ അറബ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവിടെയുള്ള ഈ ശരിക്കുള്ള ഇസ്ലാം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അവരുടെ പല കാര്യങ്ങളുമായിട്ട് ഐഡിയോളജിക്കൽ ക്ലാഷ് നമുക്കുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും ഈ സുംബ ഒന്നൊരു പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡ്രൈവ് നടക്കുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് ഒരു തീവ്ര ഇസ്ലാമിക് മൂവ്മെന്റ് ശക്തിപ്പെട്ടെടുക്കുന്നത്? അത് ജമ്മു കാശ്മീർ, കേരളം, ഇതൊക്കെയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ 2 സംസ്ഥാനങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുന്ന 2 ഏരിയാസ് ഇതാണ്. അപ്പോൾ കേരളത്തിലാണ് ഇനി അടുത്ത ഒരു ഡേഞ്ചർ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. PFIന്റെ പല എന്താ പറയുക ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയയാണ്. പിന്നെ ഇതുപോലുള്ള വിഷയങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് അത്ര സ്ട്രോങ് ആണോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. കാരണം ഇവർക്ക് വളരാനുള്ളൊരു അന്തരീക്ഷം കൂടെ അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം. ഇപ്പം നമ്മൾ തുടക്കത്തിൽ കണ്ടു വലിയ സ്ട്രോങ് നിലപാടെടുത്തുകൊണ്ട് സുംബ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നു പറഞ്ഞു. പക്ഷേ ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞു എന്താ പറയുക സുംബ ഡാൻസ് അടിച്ചേൽപ്പിക്കൊന്നുമില്ല, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എതിർക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ നോക്കുന്നു. അപ്പോൾ ഒരു സോഫ്റ്റ് അപ്രോച്ചാണ് എടുക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിലൊരു നിലപാടാണ്. അതെ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് അപ്രോച്ചിലേക്ക് മാറുകയും നേരെ മറിച്ച് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട എന്തെങ്കിലും ഒരു ഹിന്ദു ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനെ എല്ലാം കൂടെ എന്താ പറയുക സംഘികളുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ മൊത്തം അടിച്ചമർത്തുന്ന അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തുന്ന സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന SFIന്റെ ആളുകൾക്ക് പോയിട്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ പറ്റുമോ ഏതെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഈ സുംബ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട്? അവർ ചെയ്യില്ല, കാരണം അവർക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഹിപ്പോക്രസിയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഇവർ ഇങ്ങനെ ഹിപ്പോക്രസി കാണിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നു, അത്രയും കാലം ഇതുപോലുള്ള ഇസ്ലാമിക സംഘടനകൾക്ക് അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് വളരാനുള്ളൊരു സൗകര്യമാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സുംബ കാണും, നാളെ മറ്റെന്തെങ്കിലും വിഷയമായിരിക്കും വരും. മാധ്യമങ്ങളുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ എങ്ങനെ കാണാൻ കഴിയും? ഞാൻ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ കേരളത്തിലെ ഈ ഒരു ഇസ്ലാമിക സ്വഭാവമുള്ളൊരു മാധ്യമത്തിൻ്റെ അവരുടെ വാർത്ത എടുത്ത് നോക്കുകയായിരുന്നു. അവർ ഈ ടോപ്പിക് കവർ ചെയ്തിട്ടില്ല, തൊട്ടിട്ടില്ല വിഷയം. അവർ മറ്റെല്ലാ വിഷയങ്ങളിലും എന്താ പറയുക 3 പേര് ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ്. അതെ, അത് ഈ വിഷയത്തിൽ മാത്രം അവർ എന്താ പറയുക പ്രൈം ടൈം ഡിബേറ്റ് ഇല്ല, ഒന്നുമില്ല. ഇതിനെക്കുറിച്ച് അവർക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല. അപ്പം എത്രത്തോളം പൊള്ളയായ മാധ്യമപ്രവർത്തനമാണ് കേരളത്തിലുള്ളതെന്നും കൂടെ നമുക്കതിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.